ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരാണ്, ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ആ വ്യക്തിയുടെ ട്രൂ ആയിട്ടുള്ളൊരു ഇന്റൻഷൻ, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. ഇതൊരു ഫയൽ വെച്ചുള്ള ഒരു റീഡിംഗ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് കൂടുതലധികം ആൾക്കാർക്കും ഇത് റീസണേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇത് ഓരോരോ കാരണങ്ങൾ സഹിതമായിരിക്കും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് പറയുന്നത്. കാരണങ്ങൾ സഹിതമായിരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ആരാണ്, ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട്, ആ വ്യക്തിയുടെ മുഖം ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്റൻഷൻ എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ കുറെ അധികം ആൾക്കാരുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. അപ്പൊ നമുക്ക് നോക്കാം ഇന്റൻഷൻ എന്തായിരുന്നു, എന്തൊക്കെയാണ് സിറ്റുവേഷൻസ്. അപ്പോൾ മേ ബി റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഓക്കെ. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മെയിൻ ഉദ്ദേശം എന്ത് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഈഗോ സെൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം, അല്ലെങ്കിൽ നിങ്ങളുടെ അഹംഭാവം, അല്ലെന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ ട്രോമ സെൻസുകൾ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി വന്നൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണലി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ തിങ്കിങ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഉറക്കം കിട്ടായ്മ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും നെഗറ്റീവ് ചിന്തിച്ച് നിങ്ങൾ കുറെ നേരം കിടക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുറെ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, കുറെ അധികം ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു ടൈം ആയിട്ട് കാണാൻ പറ്റും. ഒറ്റപ്പെട്ട അവസ്ഥ, അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കിപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം, കുറെ അധികം ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാല് പിടിപ്പിക്കുക, ബെഗ് ചെയ്യിപ്പിക്കുക. അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്ന ഒരു ടൈമില് ഈ വ്യക്തി നിങ്ങളെ കുറെ നാള് നടത്തിപ്പിക്കുക, നിങ്ങളുടെ പിറകെ നടത്തിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക. നിങ്ങളെ കൂടെ നിന്നൊരു വ്യക്തി പെട്ടെന്ന് ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകുക. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹോപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു
ഹോപ്പ് നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിധിപ്രകാരം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇന്റൻഷൻ ആയിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ജനറേറ്റഡ് ആക്കുക, പാസ്റ്റ് ലൈഫിൽ നിന്നുമുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരിക. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ ലൈഫിൽ കുറെ അധികം ആളുകൾ കടന്നു വരും. കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യും, കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, കുറേയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിഷം തീണ്ടിയ കുറേയധികം ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആര് ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് വരേണ്ട ആൾക്കാർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരും. ഡൗൺ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ ലൈഫിൽ കുറേയധികം നിങ്ങൾ ട്രോമ സെൻസ് അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേയധികം പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നിട്ട് പോയൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ഓർമ്മകൾ, കുറേയധികം ചിന്തകൾ, കുറേയധികം എന്താ പറയുക, ഈ വ്യക്തി നിങ്ങളുടെ കയ്യിൽ അവരുടെ മനസ്സ് തന്നിട്ടുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ആ വ്യക്തി മനസ്സും തന്നിട്ട് പോക്കങ്ങ് പോയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. പിന്നെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പോകുന്നത്, കുറേയധികം നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, ഇത് നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, ഇത് വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കി നിൽക്കവേ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ അടുത്ത് നിന്നും വേറൊരു റിലേഷൻഷിപ്പ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി റിലേറ്റീവ് ആയിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, എന്തൊക്കെയോ സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമമാക്കിയിട്ട് ഈ വ്യക്തി പോകുന്നുണ്ട്. പക്ഷേ ഇത് ഈ വ്യക്തിയുടെ പ്രശ്നമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതായത് തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കാം, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ആയിരിക്കാം, വേറൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കഴിവ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അതിനും മേളില് വലിയൊരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ കുറേയധികം ആൾക്കാരൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വ്യക്തി നിങ്ങളെ കേൾക്കുന്നില്ല, ഈ വ്യക്തിക്ക് നിങ്ങളെ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഹെഡ് മൈൻഡ് ലൂപ്പിലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അവശനായി കഴിഞ്ഞാലും, നിങ്ങൾ എത്രത്തോളം ഡൗൺ സിറ്റുവേഷനിലാവുന്നു, നിങ്ങൾ എത്രത്തോളം എനർജി ലോസ് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കരിയർ നഷ്ടപ്പെടുത്തുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഡൗൺ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരിക്കലും കേൾക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എനർജി ലോസ് ആക്കി നിൽക്കുന്ന ഒരു സമയത്ത്, നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ഫീലർ നിൽക്കുന്ന സമയത്ത് നമ്മൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ജനറേറ്റ് ചെയ്യും. നമ്മൾ ആരെങ്കിലും ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ഫീലർ ആയി പോകും. പക്ഷെ നമ്മളൊരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആർക്കും നമ്മളൊന്നും തൊടാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ അത്രയും പവർഫുൾ ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ അടുത്ത് ഇവിളെ നമ്മുടെ അടുത്ത് വരത്തില്ല, ബ്ലാക്ക് മാജിക് എഫക്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്തില്ല. അപ്പം നമ്മളെ ഡൗൺ ആക്കണം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ ഫീലർ തരണം. നമ്മളൊരു ഡൗൺ ഫീലർ തന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ പോയിട്ട് നമ്മൾ അനുഭവിച്ച് ഓരോ കാര്യങ്ങളായിട്ട് റിയലൈസ് ചെയ്ത് നമ്മൾ ബാഡിലോട്ട് പോകത്തുള്ളൂ. ഒരു മെന്റാലിറ്റി നമ്മൾ ഔട്ട് ഓഫ് കവറേജിലാവുന്നുണ്ടെങ്കിൽ ലോ എനർജിയിലാവണം. ഹൈ എനർജി നിൽക്കുന്ന ഒരുത്തനെ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അയാൾക്ക് ഹൈ ലെവലുള്ള കോൺഫിഡൻസ് ആയിരിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇറ്റ്സ് ആൾ ഓഫ് എനർജി. ഈ എനർജിക്ക് മേളിലുള്ള വേറൊരു സാധനം ഈ ലോകത്തില്ല. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എനർജിയാണ്. ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സംഭവം ഇമോഷൻ വഴി, പല ചിന്തകൾ വഴി, നെഗറ്റിവിറ്റീസ് വഴി, അതേപോലെ തന്നെ സ്വപ്നങ്ങൾ വഴി, കരച്ചിൽ വഴി, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ആഹാരം കഴിക്കാണ്ടിരിക്കുന്നത് വഴി, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വഴി, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നഷ്ടമാകുന്നത് ഹൈ എനർജിയാണ്. ഈ ഒരു ഹൈ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആ ഒരു പവർ സോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിവൈൻ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ കയ്യിൽ ആ എനർജി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവും. അപ്പം മാക്സിമം എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻ ആണോ വരുന്നത്, ആ സിറ്റുവേഷനിലൊക്കെ തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി നോക്കുക. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുക. ഹോപ്പ് കൊണ്ടുവരാൻ നോക്കുക. ലൈഫിലേക്ക് എന്തെങ്കിലും ഹോപ്പ്, ചെറിയ 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 കാര്യങ്ങൾ കണ്ടുപിടിച്ച്, വലിയ വലിയ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാവത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഹോപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക എന്നുള്ള സിറ്റുവേഷൻ ആണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ വരുന്നൊരു ടൈം കാണാൻ പറ്റുന്നത് റിലേറ്റബിൾ ആയിട്ടുള്ള കർമ്മ സിറ്റുവേഷൻ. നിങ്ങൾ ചെയ്ത എന്തൊക്കെയോ തെറ്റുകൾ, നിങ്ങൾ ആരുടെയൊക്കെയോ അറിഞ്ഞും അറിയാണ്ടും ചെയ്തു പോയ കുറേയധികം തെറ്റുകൾക്ക് ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന്
അതിനെ ജഡ്ജ്മെന്റ് ചെയ്യിപ്പിക്കുക, ആ വ്യക്തിയെ കൊണ്ട് പല പല സിറ്റുവേഷനിൽ കൊണ്ടുപോയി നിർത്തുക, കീറി മുറിക്കുക എന്നൊക്കെ ഉള്ള കുറേയധികം സിറ്റുവേഷനിൽ നിങ്ങൾ കുറേയധികം എക്സ്പീരിയൻസ് ചെയ്താലും കുറേയധികം എന്താ പറയാ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പവർ ഈ ഒരു സമയത്ത് ഉണ്ടാവും. അത് നിങ്ങളെ എവിടെ കൊണ്ടുപോകണം, എങ്ങനെ നിർത്തണം, ആരെടുത്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു പവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് മിക്കവാറും ഒരു ഡെവിൾ എനർജി ആയിരിക്കാം, അത് മിക്കവാറും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കാം. കാരണം ദിസ് ഈസ് ദ വേൾഡ്. ഈ വേൾഡിൽ പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മനുഷ്യന്റെ എന്താ പറയാ നന്നാക്കാൻ വേണ്ടിയിട്ടും മനുഷ്യനെ ചീത്താക്കാൻ വേണ്ടിയിട്ടും രണ്ടും നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഈ ഒരു വേൾഡിൽ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പവറെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ തന്നെ നെഗറ്റീവ് ചെയ്യുകയും ചെയ്യും, നമ്മൾ തന്നെ പോസിറ്റീവിനെ ഒരു സമയത്ത് നമ്മൾ നല്ലത് പറയുകയും ചെയ്യും, നമ്മൾ തന്നെ ആ നാക്കുകൊണ്ട് ആ പോസിറ്റീവിനെ തന്നെ നമ്മൾ നെഗറ്റീവ് പറയും. അപ്പൊ ആ പോസിറ്റീവിനെ നമ്മുടെ ലൈഫിലോട്ട് നെഗറ്റീവ് ആയിട്ട് വരും. മനസ്സിലാവുണ്ടോ? ഒരു സമയം നമ്മൾ ദൈവത്തിന് കുറ്റം പറയും ഭയങ്കരമായിട്ട്. കുറെ കഴിയുമ്പോഴത്തേക്കും ദൈവം ഇത്രയും പരീക്ഷിച്ച് എനിക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരിക്കലും നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് വരത്തില്ല. ആ പോസിറ്റീവിനെ നമുക്ക് നെഗറ്റീവ് പെരുമാറും. ഓക്കെ, അപ്പം വിധിപ്രകാരം പോകുന്ന കുറേയധികം റിലേഷൻഷിപ്പ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പല സ്ഥലത്തു നിന്നും എനർജി കിട്ടും, പല സ്ഥലത്തു നിന്നും സന്തോഷം വരും, പല സ്ഥലത്തു നിന്നും എനർജി ലോ ആവും. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, പല പല തിങ്കിങ് ആയിരിക്കാം. ലൈഫിൽ പല പല സിറ്റുവേഷൻസിലായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പല പല സോഴ്സ് ഉണ്ടായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങളവിടെ നിശ്ചലമായിട്ടിരിക്കണം, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റിയറിംഗ് മാത്രമേ നിങ്ങളെ കയ്യിലുള്ളൂ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു പവർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത്രത്തോളം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ടൈം ആയിട്ടാണ് കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്ന ഒരു വിഷമാവസ്ഥയിലെ അവസ്ഥ, ഒരു പീസ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ ഗോ വിത്ത് ദ എന്താ പറയാ ഗോ വിത്ത് ദ ഫ്ലോയിൽ പോകുന്നതായിരിക്കാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു സമയത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറേയധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു തരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു സമയത്ത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈ വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ടൈം വേസ്റ്റ് ആയതിന്റെ ഒരു വിഷമം ഉള്ള ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടൈം നിങ്ങളുടെ കയ്യിൽ നിന്നും കുറേയധികം ടൈം വേസ്റ്റ് ആയതിന്റെ ഒരു വിഷമം, ഏജ് കയറി പോയതിന്റെ ഒരു വിഷമമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങളുടെ സൗന്ദര്യം പോയതിന്റെ വിഷമമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ കുറെ അധികം ആൾക്കാർ ഭയങ്കരമായിട്ടും ലുക്ക് എന്ന് പറയുന്നത് ഗ്ലാമറസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഈ ഗ്ലാമർ, ഈ ശരീരം, ഈ എനർജി ലോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾ എത്ര ലുക്ക് എന്ന് പറഞ്ഞാലും എത്ര ഗ്ലാമർ എന്ന് പറഞ്ഞാലും നിങ്ങളൊരു ഡൗൺ ഫെയിലിയർ പെട്ടുപോയി നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗന്ദര്യം പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തിരിച്ചു പിടിക്കാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു പവർ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോൾ ഉണ്ടാവും. ആ ഒരു ഹോപ്പ് ഒരിക്കലും നിങ്ങൾ വിട്ട് കളയാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ പോയ സമയമെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരും. കാരണം ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ കയറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും നശിക്കണമെന്നില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്നും കത്തിയെരിഞ്ഞ് നശിച്ചു പോകാനുള്ള കുറേ അധികം കർമാസ് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വിധി നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാവത്തുള്ളൂ, നിങ്ങൾ റീബർത്ത് ആവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ വരാനുള്ള കുറച്ചധികം സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, വേനൽക്കാലത്ത് ഈ പറയുന്ന മരങ്ങളുടെ ഇല കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മരങ്ങൾ പട്ടുപോകത്തില്ല. പിന്നീട് ഒരു സമയമാകുമ്പോഴത്തേക്കും ഇല പിന്നെയും മുളയ്ക്കും. ഓക്കെ, അത് പ്രകൃതി നിയമമാണ്. ഈ ഒരു സമയം നിങ്ങൾ മേ ബി ആ വ്യക്തിയുടെ പിറകെ കുറെ നാളായിട്ട് ബെഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് തളർന്നൊരു സമയമായിരിക്കാം. തളർന്നൊരു സമയം എന്ന് പറയുന്നത് ഡൗൺ ഫെയിലിയർ, അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ പിറകെ പോയിട്ടും ആ വ്യക്തിയുടെ മേ ബി ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ടും ഡൗൺ ആയിരിക്കാം. ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ആ വ്യക്തിയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, ആ വ്യക്തി വേറെ ആരുടെ ലൂപ്പിലോട്ട്, മേ ബി ആ വ്യക്തിക്ക് ഹസ്ബൻഡോ വൈഫോ ഉള്ള ഒരു സിറ്റുവേഷൻ, കരിയർ, ഫിനാൻസ്, അങ്ങനത്തെ ഉള്ള കുറച്ചധികം കാര്യങ്ങളിൽ ആ വ്യക്തി നോക്കി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അയാളുടെ വിജയം മേ ബി അയാളുടെ ജോബ് ആയിരിക്കാം, അയാൾ ചിലപ്പോൾ നല്ല ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അയാൾ കുറെ അധികം ആൾക്കാർക്ക് ജഡ്ജ്മെന്റ് നല്ല ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ വ്യക്തി അറിയുന്നില്ല. പൈസ വാരി എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, പൈസ ഉള്ള ആളായിരിക്കാം, പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്, ആരുടെയൊക്കെ ലൂപ്പിൽ പെട്ടിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അഹങ്കാരം, അഹംഭാവം പോലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറെ ഫ്രണ്ട്സ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നു, കൂട്ടുകെട്ടുകൾ, ഡ്രഗ്, ഗേൾസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ് കേട്ടോ, ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യും.
ഭയങ്കരമായിട്ടും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെ നശിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. വാശിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് എനിക്ക് തോന്നുന്നു ആ വിത്ത് ഗുണമാണ്. വിത്ത് ഗുണം എന്ന് പറയുന്നത് വിത്ത് ഗുണം എന്ന് പറയുന്നത് എത്ര പൈസ കിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും, പണം അട്രാക്റ്റഡ് ആവും. കാരണം അത് പണി അറിയാന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാന്നുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, എത്ര ഡൗൺ ഫീലർ എത്ര സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിൽക്കുന്നത്. അപ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഇന്ന് വരും, നാളെ വരും, നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. വേറെ ഓപ്പർച്യൂണിറ്റി തേടി പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കൈത്തങ്ങറ്റ് ആരെങ്കിലും കൂടെ ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആരും ഇല്ല കൂടെ. കാരണം എല്ലാം നഷ്ടപ്പെട്ടു. കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പോയി, ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാർ പോയി, എല്ലാവരും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആണ്. കൈത്താങ്ങില്ല, കൂടെ നിൽക്കുന്ന അച്ഛനമ്മ എല്ലാവരും കൈവിട്ടൊരു സിറ്റുവേഷൻ. ദിസ് ഈസ് ദ വേൾഡ്. ഈ വേൾഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ആയി മാറും. കാരണം അങ്ങനെ ആയി മാറുന്നതിന് കാരണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരുന്നുകൊണ്ട് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങളിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡൗൺ ഫീലർ ആണ്. ഇത് കാണുന്ന കുറേ അധികം ആൾക്കാർ ഈ ഒരു വിഷമത്തിന്റെ അവസ്ഥയായിരിക്കാം വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, പല രീതിക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ ഇന്നേ വരെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത, നിങ്ങളെ കൺട്രോളിലല്ല, നമ്മളെ കൺട്രോളിലല്ലാത്തൊരു പവറിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തുള്ളത്, ഇതിന് പുറമേയും എന്തൊക്കെയോ പവർ ഈ ലോകത്തുണ്ട് എന്ന് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ്സിന്റെ ഒരു അയ്യര് കളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറെ ആൾക്കാരെ സംബന്ധിച്ച്. നെഗറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റ്യൂഷൻ നെഗറ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട്, ഓവർ തിങ്കിങ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് കടന്നാൽ പോലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ചിന്ത മാറ്റാൻ പറ്റും. നിങ്ങൾ ആ ചിന്ത മാറ്റണം, അല്ലെങ്കിൽ നെഗറ്റീവ്സ് നിങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിക്കുള്ള എനർജി നിങ്ങൾക്ക് വേണം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയെ ഓർക്കാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. എന്താ പറയാ, പുതിയ സ്ഥലങ്ങളിലോട്ട് പോവേണ്ടി വരും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കുറേ അധികം ആൾക്കാരെ പോയി കണ്ടു കാണാം. പൂജാരിമാരെ കണ്ടു കാണാം. ഇത് മാറ്റാൻ എന്തെങ്കിലും വഴി തരണം എന്ന് വിചാരിച്ച് കാണാം. പല ആൾക്കാരുടെ അടുത്ത് പോയി അവരൊക്കെ നിങ്ങളുടെ എനർജി ഊറ്റി എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു ഒരു സംഭവം എന്ന് വെച്ചാൽ, സെൽഫ് കോൺഫിഡൻസ് വിടാണ്ടിരിക്കാൻ. ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള സമയത്ത് എല്ലാ ആൾക്കാരും ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സമയത്തിലോട്ട് കടന്നു പോകും. കാരണം അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബാഡ് ആയിട്ടൊരു സമയം ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, ഗുഡും ഉണ്ടാവും, ബാഡും ഉണ്ടാവും. അപ്പം ഈ ലോകത്ത് എല്ലാവരും ആ ഒരു സമയം തരണം ചെയ്യേണ്ടി വരും, ആ ഒരു സമയത്തൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അതെല്ലാവരും കടന്നു പോകേണ്ടി വരും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും. അവിടെ നമുക്ക് ദൈവം കൂടെ ഉണ്ടാവും. ഇവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ നെഗറ്റീവ്സും പോസിറ്റീവും എല്ലാം നമ്മുടെ, അതായത് ഈ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ്, കർമ്മ, പാസ്റ്റ് ലൈഫ് ഇങ്ങനെ പോകും. കാരണം ഇതൊരു സ്പിരിച്വൽ വേൾഡ് അല്ലേ. അപ്പൊ ഇങ്ങനത്തുള്ള സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളിങ്ങനെ അന്താളിച്ച് നിന്ന് നോക്കും. എന്തൊക്കെയാണ് ലൈഫിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ നിന്ന് പോകും. കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഈ ഒരു സമയത്തൊക്കെ. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ അധികം ആൾക്കാർ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ അടുത്തോട്ടൊക്കെ വരും. ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുതലാക്കും. ഇത് പറയുന്നത് ഇതിപ്പം ഞാൻ റിയലൈസേഷൻ ചെയ്ത കാര്യങ്ങളായത്, മനസ്സിലാവുന്നുണ്ട്. അപ്പം എനിക്കിത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു ഏജിൽ പെട്ടെന്നായിരുന്നു എൻ്റെ ഒരു അവേക്കനിങ് ആയിരുന്ന സമയത്ത് ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്ര ജെന്യൂൻ ആയാലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സമയത്ത് ഒരു മനുഷ്യനെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. സെൽഫ് കോൺഫിഡൻസ് പല രീതിക്കും പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഡിവൈൻ അത് മാത്രമായിരിക്കണം. രണ്ടാമത്തത് നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ മെയിൻ. നിങ്ങളുടെ ചാവി വേറൊരാൾക്ക് കൊടുക്കാൻ നോക്കരുത്. നിങ്ങളുടെ സോളിനെ സ്നേഹിക്കാൻ നോക്കുക. നിങ്ങളുടെ മക്കളെ, അമ്മ, അച്ഛൻ, ആ ഒരു കാറ്റഗറി അല്ലാണ്ട് വേറെ ഒന്നിനെയും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. പല ആൾക്കാർ ലൈഫിൽ വരും. ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വരാൻ നോക്കും. ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലൊക്കെ നിൽക്കുന്ന സമയത്ത് അത് അവരായിട്ടും ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനെയും കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ട്രസ്റ്റ് വിട്ട് നിങ്ങളുടെ ആ ഒരു
ആ ഒരു സംഭവം വിട്ട് വെളിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ഞാൻ പറഞ്ഞ വെച്ചാൽ നെഗറ്റീവ്സിനെ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ്സ് ഉണ്ടാവും, അതിനെ എടുത്ത് വെച്ച് പെരുമാറുക, അത്ര തന്നെയാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് നെഗറ്റീവ്സ് വരുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഒരു പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് അതിനെ നോക്കി നിന്ന് ചിരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വന്ന് കടിച്ചിട്ട് പോകും. അതിന് ജസ്റ്റ് ഒരു ആക്ഷൻ എടുക്കണം, ഒരു കല്ലെടുത്ത് എറിയും കണക്ക് കാണിച്ചാൽ മതി, അതങ്ങ് പൊയ്ക്കോളും. അപ്പം നെഗറ്റീവ്സ് വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന കുറച്ചധികം ആൾക്കാർ, എനിക്ക് ഇവരെ കുറിച്ചാണ് പറയാനുള്ളത്. ഇവരെ കുറിച്ച് പറയണം, നിങ്ങളുടെ വിജയം കാണാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അവരെ അറിയാൻ പറ്റും. കറക്റ്റ് ആൾക്കാരെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയാൻ പറ്റുന്ന ഒരു സ്വഭാവക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അവരടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തിക്കാനോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വേറെ എന്തെങ്കിലും ചിന്തിച്ച് നിൽക്കാനോ ഒന്നും സമയം കാണും. നിങ്ങൾ ഭയങ്കര കംഫർട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അവരടുത്ത് നിൽക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ അവരുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി, ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് വീഴും, ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നിങ്ങൾ കൂടുതലും, നിങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ആ ഒരു സമയത്ത് റെസ്പെക്ട് ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുക. പിന്നീട് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തും അവരെ നിങ്ങൾ മറക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹൈ പൊസിഷനിലാവും, കുറെ പൈസ ഉണ്ടാവും, നമുക്ക് പിന്നീട് ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഫ്യൂച്ചറൊക്കെ നമുക്ക് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സംഭവം നമ്മുടെ ലൈഫിൽ വരും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അഹങ്കാരം കാണിക്കാനോ നമ്മൾ അഹംഭാവം കാണിക്കാനോ അങ്ങനത്തെ ഒരു സംഭവത്തിലോട്ട് നമ്മൾ പോകാണ്ടിരിക്കുക മാക്സിമം. നമുക്കില്ലാത്ത സമയത്തും നമുക്ക് ഉണ്ടാവുന്ന സമയത്തും നമ്മൾ പോകുന്നത് മണ്ണിലോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അവസാനം പോയി കിടക്കാൻ പോകുന്ന എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോയി കിടക്കാൻ പോകുന്നത്. അതിന് മേളിൽ ഒന്നുമില്ല. പുഴു അരിച്ച് തിന്നാനുള്ള ശരീരം തന്നെയാണ് ഇതെല്ലാം. അപ്പം അവസാന കാലത്ത് നമ്മൾ ചെറിയൊരു പുഴുവൊക്കെ ആയിരിക്കും നമ്മൾ വന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നതും അവരൊക്കെ ആയിരിക്കും അവസാനം വന്ന് പണി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നിനെയും, ഒരു ചെറിയൊരു കാര്യത്തിനെ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. എല്ലാവർക്കും അതിൻ്റെതായ പവർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ചെറുതിന് പോലും ഉണ്ട്, ഒരു ഇലയ്ക്ക് പോലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത് റിലേറ്റബിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു സമയത്ത് കാണുന്നത്. അപ്പം ഈ ഒരു സമയത്ത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക, അതൊക്കെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. നല്ല നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് വരും. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ, ഇന്റൻഷൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇന്റൻഷൻ. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വരണം എന്നുള്ളത്. കാലചക്രം മാറി കറങ്ങുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരണം, പുതിയ പുതിയ അപ്ഡേഷൻ ഉണ്ടാവണം, ട്രാൻസ്ഫർമേഷൻ ആവണം, നിങ്ങൾ ചേഞ്ച് ആവണം. ചേഞ്ച് ആയി മാത്രമേ ഈ യൂണിവേഴ്സിന് ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾക്ക് വരുന്ന തലമുറയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇനി വരുന്ന തലമുറയ്ക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഗട്ട്സ് ഉണ്ടാവത്തുള്ളൂ. കാരണം അതങ്ങനെയാണ്. ഏജ് ഉണ്ട്, ഏജ് ഒന്നും മാറിപ്പോയിട്ടൊന്നുമില്ല. ഏജൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ആയിട്ടൊന്നുമില്ല. പോയ ആൾക്കാരൊക്കെ പോവും, ലൈഫിൽ വരേണ്ട ആൾക്കാർ വരും. പോയതിനേക്കാളും ബെറ്റർ ആയിരിക്കും വരുന്നത്. നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ ദൈവം ഡിവൈൻ വെച്ചിരിക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ജീവനായിരിക്കും, ചെറിയൊരു ജീവൻ, ചിലപ്പോൾ വല്ല പൂച്ചയോ പട്ടിയോ അങ്ങനത്തെ ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെക്കാളും വിലയുള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ. ഒരു നേരത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. ആര് വിളിച്ചാലും പോകത്തില്ല. ഡോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പിക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളെ അല്ല, അതിനെ കൊന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കുള്ളൂ. അത്രത്തോളം ഇതുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം റിയലൈസേഷൻ എന്താണ്, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു സമയത്ത്, നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും. അവർ നമ്മളെ സഹായിക്കാൻ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ പവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുക. ഈ വ്യക്തിയെ പോലും, ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയെ പോലും നിങ്ങൾ ഇപ്പം ഒന്നും പറയാണ്ടിരിക്കുക. കാരണം അതൊരു വിധിപ്രകാരം വരുന്ന സിറ്റുവേഷൻ ആണ്. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ആകാൻ പോവാ. പുതിയൊരു ജേണി എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഇത് നിങ്ങൾ കുറെ അധികം ആൾക്കാർ കണക്റ്റഡ് ആവും. പുതിയ പുതിയ ആളുകൾ നിങ്ങളുടെ അടുത്തോട്ട് വരും. കുറേ അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾ വെളിയിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കും. നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ചിന്തകൾ, നിങ്ങൾക്കൊരു പോസിറ്റീവ് ചിന്ത ഈ ഒരു സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. കുറെ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയം വരും. ഇൻറ്റ്യൂഷൻസ്, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരും. നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾ മുന്നേറാൻ വേണ്ടി, പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നേറാൻ വേണ്ടി മാക്സിമം നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ.
അപ്പൊ ഇത് വെച്ചൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ കത്തും. അപ്പോൾ ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിലോട്ട് കാണാം.